ഹായ് നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ കാസർഗോഡ് ജില്ലയിൽ അണങ്കൂർ ടൗണിൽ നിന്ന് ഒരു 200 മീറ്റർ അകലത്തിൽ ഇതാ ഈ കാണുന്ന അപ്പാർട്ട്മെന്റിൽ 3 BHK ഫ്ലാറ്റുകളും അതുപോലെ 2 BHK ഫ്ലാറ്റുകളും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോണ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീടോ ചില പ്രോപ്പർട്ടി ഒക്കെ അതുപോലെ സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ പരസ്യം ചെയ്തിട്ടൊക്കെ വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ആ താഴെ കാണുന്ന നമ്മളെ നമ്പറിൽ വിളിച്ചോളിട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലാറ്റുകളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. എന്നാലേ ആദ്യം നമുക്ക് ഇതിന്റെ വരാനുള്ള വഴിയും ഇതിന്റെ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കണ്ട നമുക്ക്. ആയിക്കോട്ടെ. അപ്പൊ ഇങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അണങ്കൂർന്ന് തുരുത്തി പോണ റൂട്ടിൽ പച്ചക്കാട് എന്ന് പറഞ്ഞ റൂട്ടിനാണ് വരേണ്ടത് കേട്ടോ. പച്ചക്കാട് പോണ റോഡിന് ഈ റോഡ് വരുന്ന പച്ചക്കാട് പോണ റോഡാണ്. അതായത് നാഷണൽ ഹൈവേന്ന് ഏകദേശം ഒരു 200 മീറ്റർ മാത്രം അകലത്തിലാണ് നമ്മൾ ഈ ഒരു അപ്പാർട്ട്മെന്റ് ഉള്ളത്. കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ പെട്ടുള്ള സ്ഥലമാണ്. അതെ. അപ്പൊ ഈ കാണുന്നത് തന്നെയാണ് നമ്മളെ അപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. ആദ്യം നമുക്ക് നമ്മളെ ഫ്ലാറ്റുകൾ കാണാൻ പോണതിന് മുന്നേ നമുക്ക് വണ്ടികൾ നിർത്താനുള്ള പാർക്കിംഗ് സൗകര്യം കാണിച്ചു കൊടുക്കല്ലേ? കാണിച്ചു കൊടുക്കാം. നമുക്ക് ഫ്രണ്ടിൽ തന്നെ ഇഷ്ടംപോലെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ ഈ ഒരു ഭാഗത്തും ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും പാർക്കിംഗ് ഏരിയ വരുന്നുണ്ട്. ഇനി നമുക്ക് പിന്നെ താഴെ നമുക്ക് വേറെ പാർക്കിംഗ് ഏരിയ വേറെ ഉണ്ടോ അപ്പാർട്ട്മെന്റിന്റെ കോമ്പൗണ്ട് മൊത്തം ഇതാണ്. ഇതേപോലെ ചുറ്റുഭാഗവും കെട്ടി ബൗണ്ടറി എല്ലാം ഫുള്ള് ക്ലിയർ ആക്കിയിട്ടേക്കുന്നതാണ്. വാഹനങ്ങളൊക്കെ എല്ലാം വരാൻ സൗകര്യത്തിനുള്ള വഴി സൗകര്യം എല്ലാം ഉണ്ട്. ടാറിംഗ് റോഡാണ്. പിന്നെ കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റൊക്കെ കറണ്ടിന്റെ കണക്ഷനൊക്കെ നിലവിലുള്ളതാണ് കേട്ടോ. ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ പോസ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ പാർക്കിംഗ് ഏരിയ ഉണ്ടോ ഈ ഒരു ഭാഗത്ത്. ഇവിടെ നിലവിൽ ഇപ്പോൾ ഒരു 2 വണ്ടി നിർത്താൻ സൗകര്യത്തിനുള്ള പാർക്കിംഗ് ഏരിയ ഇപ്പോൾ ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് ഇതിന്റെ ബാക്കി താഴെയും ഉണ്ട് കേട്ടോ. വണ്ടികളൊക്കെ ഇഷ്ടംപോലെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. ഈ ഒരു ഭാഗത്ത് വേണമെന്നുണ്ട് ഈ ഒരു ഭാഗത്ത് പാർക്ക് ചെയ്യാം. അതല്ലെങ്കിൽ മേലെ നമുക്ക് അവിടെ സൗകര്യം ഉണ്ട് അല്ലേ? നമ്മളിത് മൊത്തം കാണിച്ചു തരാണ്. എന്താ പറയാ, ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാണ്. ഇപ്പം നമ്മളെ വണ്ടികൾ നിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലോട്ട് ആരെങ്കിലും വേറെ ആൾ ഗസ്റ്റുകൾ ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അവരുടെ വാഹനങ്ങളൊക്കെ നിർത്താനുള്ള സൗകര്യത്തിന് പാർക്കിംഗ് ഏരിയ ഇഷ്ടംപോലെ പാർക്കിംഗ് ഇങ്ങോട്ടും അങ്ങോട്ടും ബാക്ക് സൈഡോട്ട് ആ ഒരു ഭാഗത്തോട്ടൊക്കെ ആണെങ്കിലും ഇഷ്ടംപോലെ പാർക്കിംഗ് ഏരിയ നന്നായിട്ടുണ്ട് കേട്ടോ. എല്ലായിടത്തും നിർത്താനുള്ള സൗകര്യം ഉണ്ട്. നമ്മളെ ഫ്ലാറ്റ് പോയി കാണിച്ചു കൊടുത്താൽ നമുക്ക്. ആയിക്കോട്ടെ. പിന്നെ നമുക്ക് ഇതിനകത്ത് മൊത്തം 12 ഫ്ലാറ്റുകളാണല്ലോ കേട്ടോ. അതിനകത്ത് 8 ഇപ്പൊ സെയിലായി. ഇനി ബാക്കി ഒരു 4 പാടുണ്ട്. അതിനകത്ത് ആ 4 3 3 BHK 1000 സ്ക്വയർ ഫീറ്റിലുള്ള 3 BHK ഫ്ലാറ്റുകളും പിന്നെ 2 BHKന്റെ ഫ്ലാറ്റ് വരുന്ന 850 സ്ക്വയർ ഫീറ്റുള്ള ഒരു ഫ്ലാറ്റാണ് ഉള്ളത് കേട്ടോ. അപ്പം നമുക്ക് അതിനകത്തോട്ട് പോയിട്ട് ഫ്ലാറ്റിന്റെ ഉള്ളത്തെ സൗകര്യം കാര്യങ്ങളൊക്കെ ഒന്ന് പോയിട്ട് കാണാം. നമുക്ക് പോയൊക്കെ ഇനി നമ്മളോട് വരുമ്പോൾ നോക്കിയാൽ നിങ്ങൾ ഫുള്ള് ഇന്റർലോക്കെല്ലാം ചെയ്ത് ഭയങ്കര ഫുള്ള് നീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ വണ്ടികളൊക്കെ നിർത്തിയുള്ള സൗകര്യം കണ്ടില്ല നിങ്ങൾ. പിന്നെ നമുക്ക് പറഞ്ഞ് കാസർഗോഡ് ടൗണിലേക്കാണെങ്കിലും ബസ് സ്റ്റാൻഡിലേക്കാണെങ്കിലും റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ ആണെങ്കിലും വളരെ അടുത്താണ് കേട്ടോ. ഇനി നമുക്ക് സൗകര്യം എന്താ വെച്ചാൽ നാഷണൽ ഹൈവേ NH66 നമുക്ക് വെറും 200 മീറ്റർ ദൂരേ ഉള്ളൂ കേട്ടോ ഇവിടുന്ന്. ഇനി നമുക്ക് ഫ്ലാറ്റുകൾ കാണാം. നമുക്ക് ഫ്ലാറ്റുകൾ വരുന്നത് നമ്മളെ ലോവർ ഗ്രൗണ്ടിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് പോയിട്ട് കാണാം. ഇവിടെ തന്നെയാണ്. ഇന്ന് ജസ്റ്റ് എന്നിട്ട് ഇറങ്ങിയാൽ മതി. അപ്പോൾ അതങ്ങനെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇവിടെയാണ് നമ്മളെ ഫ്ലാറ്റ് വരുന്നത്. ഒരെണ്ണം ഇവിടെ ഉണ്ട്, പിന്നെ ഒരെണ്ണം ഇവിടെ ഉണ്ട്. നമുക്ക് ആദ്യം ഇത് കാണിച്ചു കൊടുക്കാം അല്ലേ ഫസ്റ്റ്? എന്നാ ഇത് 3 BHKന്റെ ആണ് കേട്ടോ. നമ്മൾ കയറി വരുന്ന ഹാളാണിത്. ഈ ഡോറും മെയിൻ ഡോറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഫുള്ളും മരത്തിൻ്റെ തന്നെയാണ് കേട്ടോ. പിന്നെ ഹാള് നല്ല സ്പേസ് ഉണ്ട്. വലിയ ഹാളാണ്, നല്ല നീളമുള്ള വലിയ ഹാളാണ്. അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് കേട്ടോ. പിന്നെ റൂമുകൾ പറഞ്ഞാൽ മൊത്തം 3 റൂമുകളാണ് വരുന്നത്. പിന്നെ നേരെ കട്ടിലങ്ങൾ നല്ല കളർ ടൈലും കാര്യങ്ങളൊക്കെയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. ഇവിടെയാണ് നമുക്ക് ഒരു റൂം വരുന്നത്. പിന്നെ ബാക്കി 2 റൂം ആ ഒരു സൈഡിലാണുള്ളത് കേട്ടോ. ഇനി നമുക്ക് റൂമുകൾ കാണല്ലേ? റൂമുകൾ ഓരോന്നോരോന്നിട്ട് കാണിക്കാം. ഇങ്ങോട്ട് വരും. ഡോറും കാര്യങ്ങളൊക്കെ ഫുള്ള് മരത്തിൻ്റെ തന്നെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ മൊത്തത്തിൽ. ഇനി ഇതാണ് ഫസ്റ്റ് റൂം. നിലമൊക്കെ ഫുള്ള് ടൈലൊക്കെ ഇട്ട് നല്ല നീറ്റാക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല സൗകര്യമുള്ള വലിയ റൂമാണ് കേട്ടോ. റൂഫൊക്കെ ആണെങ്കിലും ഫുള്ള് നീറ്റായിട്ടുള്ള റൂഫും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമുക്ക് ഇവിടെ സ്ലൈഡിങ് ഡോറെല്ലാം വരുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഒന്ന് ഇടയ്ക്ക് പകലൊക്കെ ഒന്ന് ഓപ്പൺ ആക്കിയിട്ടൊക്കെ ചെയ്യാം. അല്ല പുറത്തോട്ട് നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ കിട്ടും. ഇവിടെ ഇപ്പം എന്താ പറയുക, ചെറിയ രീതിയിൽ അടുക്കള കൃഷികളൊക്കെ പോലെ അങ്ങനെ ചെറിയ രീതിയിൽ കൃഷികൾ ചെയ്യാം. അതല്ല ചെടികൾ വെക്കണമെങ്കിൽ ചെടികൾ വെക്കാം. അങ്ങനെയൊക്കെ ചെറിയൊരു അടുക്കള വേണമെന്നുണ്ടെങ്കിൽ അടുക്കളയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് അങ്ങനെയൊക്കെ ആക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് ജനലിനൊക്കെ ഫുള്ള് സ്ലൈഡിങ് ഡോർ വിൻഡോ ആണ്. ഇത് ഫുള്ള് സ്ലൈഡിങ് ആണ് കേട്ടോ വരുന്നത്. ഇനി വാ നമുക്ക് അടുത്തത് പറഞ്ഞാൽ നമുക്ക് പിന്നെ അടുക്കള വരുന്ന നമുക്ക് പറഞ്ഞ ഹാളിൽ നിന്ന് ഇങ്ങോട്ട് കയറുമ്പോൾ ഇവിടെയാണുള്ളത് കേട്ടോ. അടുക്കള കാണാം നമുക്ക്. വാ ഇപ്പോൾ കിച്ചണിലോട്ട് വരുമ്പോൾ ഇതാക്കണേ നല്ല അത്യാവശ്യം സൗകര്യം ഉണ്ട് നിന്നിരിക്കാനുള്ള. എന്താ പറയുക, ഒരുപാട് വലിയ നമുക്ക് എല്ലാം അവിടുന്ന് ഇവിടുന്ന് എടുത്ത് പിടിച്ചെടുക്കാനുള്ള അത്രയും സൗകര്യത. ഫാബ്രിക്കേഷൻ്റെ വർക്കെല്ലാം ചെയ്യുന്നുണ്ട്. സ്റ്റോറേജ് സ്പേസ് എല്ലാം ആക്കിയിട്ടുണ്ട് കേട്ടോ.
അതിന്റെ ഡ്രോയും കാര്യങ്ങളും പാത്രം കഴുകാനുള്ള സൗകര്യം ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഭിത്തിയെല്ലാം ഫുള്ള് ടൈലൊക്കെ ഒട്ടിച്ച് നല്ല നീറ്റ് ആക്കിയിട്ടുണ്ട്. സൗകര്യത്തിന് നമുക്ക് ബോർവെല്ലാണുള്ളത് അല്ലേ? ആ ബോർവെല്ലുള്ള മൊത്തത്തിൽ എല്ലാ ഫ്ലാറ്റുകളിലും എല്ലാവർക്കും ഒന്നിച്ചെടുക്കാൻ സൗകര്യത്തിനുള്ള അങ്ങനെയാണ് ആക്കിയിട്ടുള്ളത് കേട്ടോ കണക്ഷൻ. പിന്നെ ഇവിടെയും പൊടികളെല്ലാം വെക്കാനുള്ള സൗകര്യത്തിന് ഇവിടെയും ഷെൽഫെല്ലാം ആക്കിയിട്ടുണ്ട്. നല്ല സൗകര്യം ഉണ്ട് കേട്ടോ. ഇനി നമ്മള് ഇവിടുന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വർക്ക് ഏരിയ ആയിട്ട് ഇവിടെ ചെറിയൊരു വർക്ക് ഏരിയ കേട്ടോ. ഇവിടെ വാഷിംഗ് മെഷീനൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്ഥല സൗകര്യം ഉണ്ട്. പിന്നെ ഇവിടെ സ്ലൈഡിങ് വിൻഡോ ആണ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പിന്നെ പുറത്തോട്ട് ഗ്യാപ്പ് ഉണ്ട് എന്ന് പറഞ്ഞത്. വേണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടി നീട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് നീട്ടിയെടുക്കാം, അതുവരെ നീട്ടുകയും ചെയ്യാം അല്ലേ? അതെ, അതിനുള്ള സൗകര്യം ഉണ്ട്. ഇനി ഇനി നമുക്ക് അടുത്ത റൂമും കൂടി കാണിച്ചു കൊടുക്കല്ലേ? നമ്മൾ അടുത്ത് നമ്മൾ ഇങ്ങോട്ട് വന്നു. ഇവിടെ ഒരു കോമൺ ബാത്റൂമും കൂടി ഉണ്ട് കേട്ടോ, ഹാളിൽ നിന്ന് തന്നെ പോകാൻ സൗകര്യത്തിന്. നമുക്ക് ഒരു റൂമിനാണ് അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ളത്. പിന്നെ കോമൺ ആയിട്ടുള്ള ഉപയോഗിക്കാനുള്ള ഇതാണ് ബാത്റൂമാണ്. ബാത്റൂമിന്റെ ടൈലൊക്കെ ആണെന്നുള്ള നല്ല ക്വാളിറ്റി ടൈലുകളാണ് ഉപയോഗിച്ചുള്ളത്. ഡിസൈൻ നല്ല സൗകര്യം ഉണ്ട്, നല്ല സ്പേസ് ഉണ്ട് ബാത്റൂമിനൊക്കെയാണ്, ചെറിയ ബാത്റൂം അല്ല. ഇനി വരും അടുത്ത രണ്ടാമത്തെ റൂം. ഇതാ റൂമിക്കോട് വരുമ്പോൾ നല്ല വെളിച്ചാണ് കേട്ടോ. ഈ ഒരു ഭാഗം ഫുള്ള് സ്ലൈഡിങ് വിൻഡോയാണ് ആക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് നന്നായിട്ട് വെളിച്ചം കിട്ടുകയും ചെയ്യും. പിന്നെ നിലൊക്കെ നല്ല എല്ലാവർക്കും ഒരേ കളർ വൈറ്റ് കളറിലുള്ള ടൈലൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ പറഞ്ഞ അങ്ങോട്ട് നമുക്ക് മൊത്തത്തിൽ കാണാം. അങ്ങ് ടൗണാണ് ആ കാണുന്നത് കേട്ടോ. അപ്പൊ ഞാൻ റൂമൊക്കെ നല്ല സ്ഥല സൗകര്യമുള്ള റൂമാണ്. ഇനി ഇങ്ങോട്ട് വരും അടുത്ത മൂന്നാമത്തെ റൂമും കൂടി കാണിച്ചു കൊടുക്കാം നമുക്ക്. ഇതാണ് മൂന്നാമത്തെ റൂം പറയുന്നത്. ഈ റൂം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. നമ്മളെ കാസർഗോഡ് ജില്ലയില് പിന്നെ ഫ്ലാറ്റ് ഒക്കെ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും കാസർഗോഡ് ടൗണിന്റെ അടുത്ത് NH-ന്റെ അടുത്തൊക്കെ ഇതുപോലെ വളരെ അടുത്ത് നടക്കാനുള്ള ദൂരത്തിലൊക്കെ ഒരു ഫ്ലാറ്റ് ഒക്കെ മേടിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ നല്ല കിടിലൻ ഫ്ലാറ്റ് ആണ് കേട്ടോ. അടുത്ത ഈ റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണിത്. ടൈലൊക്കെ നല്ല ടൈലാണ് ഇട്ടിട്ടുള്ള. രണ്ട് നേരത്തെ കണ്ട ബാത്റൂമിന്റെ ഇതുവരെ കളർ ടൈലാട്ടോ. പിന്നെ നമുക്ക് ഇവിടുന്ന് ഇനി പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ബാൽക്കണി. ബാൽക്കണിയിലോട്ട് വരുമ്പോൾ നല്ല കാറ്റുണ്ട് കേട്ടോ. അവിടെ പോയി നല്ല മൊത്തത്തിൽ അങ്ങനെ കാണാം. നമുക്ക് അങ്ങോട്ട് നല്ല വ്യൂ ഉണ്ട്. ഇവിടുന്ന് നല്ല രസമുണ്ടല്ലേ, അങ്ങ് കാണാം. അപ്പോൾ പിന്നെ ഈ ഒരു ഭാഗത്ത് ഡ്രസ് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ഇതേപോലെ ഗ്ലാസിന്റെ വർക്കാണ് ചെയ്തിട്ടുള്ളത് അല്ലേ? അതെ. പിന്നെ നമുക്ക് ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പാർക്കിംഗ് ഏരിയ വരുന്നത്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ട ഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇപ്പം നമ്മളെ ഈ ഒരു ഫ്ലാറ്റിന്റെ മൊത്തത്തിലുള്ള ഡീറ്റെയിൽ പറഞ്ഞാൽ കേട്ടോ. ഇനി നമുക്ക് അടുത്ത മറ്റേ ഫ്ലാറ്റും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കല്ലേ? സെയിം ഒരേപോലെ തന്നെയാണ് ഇതിന്റെ മോഡൽ ഡിസൈൻ. 3 BHK പിന്നെ 1000 സ്ക്വയർ ഫീറ്റില്, അപ്പുറത്തേതും 3 BHK 1000 സ്ക്വയർ ഫീറ്റില്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ 2 BHK ഉണ്ട്. 2 BHK വേറെ ഒരെണ്ണം കൂടി ഉണ്ട്, അത് 850 സ്ക്വയർ ഫീറ്റ് ആണ് കേട്ടോ. ഇത് ഇപ്പം നമ്മൾ പറഞ്ഞ 3 BHK ആണ്. നേരത്തെ കണ്ട അതേ മോഡൽ തന്നെയാണ് ഇതിന്റെ വർക്ക്. വലിയ ഹാളാണ് കയറി വരുമ്പോൾ തന്നെ ഉള്ളത്. പിന്നെ റൂമുകൾ ഫസ്റ്റ് റൂം ഈ ഭാഗത്തും പിന്നെ ബാക്കി 2 റൂം നമുക്ക് ആ ഒരു സൈഡിലേക്കാണുള്ളത് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വരി, നമുക്ക് ഫസ്റ്റ് റൂം കാണാം. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്കേ ഇവിടെ ഒരു ഓപ്പൺ സ്പേസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ചെടികളെല്ലാം നടാനുള്ള സൗകര്യമുണ്ട്. കണ്ടല്ലേ? ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ ഒരു ഗ്യാപ്പിൽ ഇവിടെ ചെടികളോ പച്ചക്കറിയൊക്കെ നടാം. ഇങ്ങോട്ട് ഈ ഒരു സൈഡിലേക്കാണെങ്കിലും ആക്കട്ടോ. അങ്ങനെയെല്ലാം ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇങ്ങോട്ട് നനയൊന്നുമില്ല, ഫുള്ള് മേലൊക്കെ ഡ്രസ് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വരും, നമുക്ക് ഈ റൂം കാണിച്ചു കൊടുക്കാം. ഇതാണ് ഫസ്റ്റ് റൂം. റൂമുകളൊക്കെ നല്ല സ്ഥല സൗകര്യമുണ്ട്. അത്യാവശ്യം വലിയ റൂം തന്നെയാണ് അല്ലേ? വലിയ റൂമാണ്. എല്ലായിടത്തും ഒരേ കളർ ടൈലാണ് ഇട്ടിട്ടുള്ളത്, വൈറ്റ് കളറിലുള്ള ടൈല്. സ്ലൈഡിങ് വിൻഡോയാണ് വരുന്നത്. പിന്നെ നമുക്ക് അടുത്ത നമ്മളെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ പിന്നെ ആളിൽ തന്നെയാണ് കിച്ചണിലോട്ട് പോകാൻ സൗകര്യമുള്ളത് കേട്ടോ. ഒരു ഒതുങ്ങിയ പാകത്തെ അടുക്കളയാണ്. പിന്നെ നമ്മൾ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് വർക്ക് ഏരിയ ഉള്ളത്. ഇവിടെ ചെറിയൊരു വർക്ക് ഏരിയ ഉണ്ട്, നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാൻ സൗകര്യത്തിനുള്ള അങ്ങനെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ സ്ലൈഡിങ് വിൻഡോ ആക്കിയിട്ട് ഇതൊക്കെ ഒരേപോലെ എല്ലാവർക്കും സ്ട്രെച്ചർ കേട്ടോ അതിന്റെ മോഡല്. ഇനി നമുക്ക് പിന്നെ ഇവിടെ വാഷ് ബേസിനും സംഭവം എല്ലാം ആക്കിയിട്ടുണ്ട്. ഇവിടെ കോമൺ ബാത്റൂം ഉണ്ട്. ബാത്റൂമിന്റെ ഒക്കെ എന്താ പറയാ ഫുള്ള് ക്വാളിറ്റി മെറ്റീരിയൽസ് ഒക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. ഇങ്ങോട്ട് വരും. ഇതിന്റെ രണ്ടാമത്തെ റൂമാണ്. ഈ റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമും കൂടി വരും നമുക്ക് കേട്ടോ. റൂമൊക്കെ നല്ല സൗകര്യമുള്ള റൂമാണ്, നല്ല സ്പേസ് ഉണ്ട് അല്ലേ? അത്യാവശ്യം നല്ല സ്ഥല സൗകര്യം ഉണ്ട്. പിന്നെ നമുക്ക് ഈ റൂമിൽ നിന്ന് വേണമെങ്കിൽ ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങാനുള്ള സൗകര്യം ഉണ്ട്. ബാൽക്കണി ഉണ്ട്. നല്ല കാറ്റുണ്ട്, നല്ല കാഴ്ചയുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് നല്ല വ്യൂ ഉണ്ട്.
ഫുള്ള് ഇങ്ങനെ പച്ചപ്പും പിന്നെ അങ്ങ് ദൂരോട്ട് നമുക്ക് ടൗണൊക്കെ കാണാം. ഇനി ഇങ്ങോട്ട് വരും നമുക്ക് അടുത്തതും കൂടിയും കാണാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഈ റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമും കൂടി ഉണ്ട്. ഇപ്പം നേരത്തെ കണ്ടതുപോലെ സൗകര്യമുള്ള തന്നെ കേട്ടോ. ഇനി അടുത്ത മൂന്നാമത്തെ റൂം പറഞ്ഞാൽ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് മൂന്നാമത്തെ റൂം വരുന്നത്. റൂമിൽ വരുമ്പോൾ നോക്കിയാൽ എല്ലാം വെളിച്ചുണ്ട് കേട്ടോ. ഇങ്ങനെ ഈ സ്ലൈഡിങ് വിൻഡോ ആക്കിയ കാരണം ഗ്ലാസ് ഇട്ട കാരണം അകത്തോട്ട് നല്ല ലൈറ്റ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ? അത്യാവശ്യം നല്ല വെളിച്ചം തന്നെ കിട്ടുന്നുണ്ട്. ഇപ്പൊ ചെറിയ റേറ്റിനാണ് ഇപ്പൊ അവര് കൊടുക്കാന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ടൈൽ എല്ലായിടത്തും ഒരേ കളർ ടൈലാണ് ഇട്ടേക്കുന്നത്. പിന്നെ നമുക്ക് സ്കൂള്, പള്ളി, അമ്പലം, ചർച്ച എന്ന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ടൗണിൽ തന്നെ ഉണ്ട്. പിന്നെ അടുത്തൊക്കെ ഇഷ്ടം പോലെ ഈ എല്ലാ സംഭവങ്ങളും നമുക്ക് അടുത്ത് തന്നെ ഉണ്ട് അല്ലേ? അതെ. പിന്നെ അമ്പലമൊക്കെ ആണെങ്കിൽ നമുക്ക് അണങ്കൂർ ടൗണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അമ്പലം എല്ലാം ഉണ്ട്. അമ്പലം, പള്ളി, ചർച്ച എന്ന് വേണ്ട എല്ലാ സൗകര്യം നമുക്ക് ടൗണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കേട്ടോ. അത്യാവശ്യം വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും വലിയ ടൗണാണ്. കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ പെട്ട സ്ഥലമാണ്. അപ്പൊ ഈ ഒരു ഫ്ലാറ്റിന് 2 BHK ഫ്ലാറ്റ് ഉണ്ട്, അതുപോലെ തന്നെ 3 BHK ഫ്ലാറ്റ് ഉണ്ട്. 3 BHK ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ 1000 സ്ക്വയർ ഫീറ്റിലാണ് നമുക്ക് ഈ ഒരു ഫ്ലാറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഫ്ലാറ്റിന് ഈ ഓണർ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറഞ്ഞാൽ മൊത്തം 35 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. 35 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ 2 BHK ഫ്ലാറ്റിന് ഇവർ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 30 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ഫ്ലാറ്റ് എടുക്കണം എന്നൊക്കെ താല്പര്യമെങ്കിൽ താഴെ നമ്പറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് നേരിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതിലൊക്കെ ഇതേപോലെ പരസ്യമൊക്കെ ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യമെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ നമ്പർ 98 95 18 18 86 ആണ് കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ റിലേഷൻ ആരെങ്കിലും ഇതേപോലെ ഫ്ലാറ്റുകളൊക്കെ എടുക്കാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം അവരുടെ വാട്സപ്പ്, ഫേസ്ബുക്ക് അക്കൗണ്ടിലോട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ വളരെ ഉപകാരമാവുകയും ചെയ്യും. എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് മേടിക്കാനുള്ള ഒരു ഇതാകുകയും ചെയ്യും കേട്ടോ. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വേഗം കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലം പ്ലോട്ടിൻ്റെ വിശേഷിച്ചിട്ട് നമുക്ക് വീണ്ടും വരാം അല്ലേ? അതെ. ബൈ. ബൈ.